ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പോണ്ടിച്ചേരി വിശേഷങ്ങളുമായാണ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇതാണ് ഫ്രഞ്ച് കോളനി. എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രഞ്ച് കോളനി? വളരെ മനോഹരമാണ് ഫ്രഞ്ച് കോളനി. ഈ ഫ്രഞ്ച് കോളനിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടുത്തെ പാർക്കിംഗ് ഫീസോ ഒന്നുമില്ല കേട്ടോ. നോ പാർക്കിംഗ് ഫീ, നോ എൻട്രി ഫ്രീ. നമ്മൾക്ക് അവിടെ പോവാം, ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം, ഇഷ്ടംപോലെ വീഡിയോസ് എടുക്കാം. പിന്നെ സ്റ്റാർബക്സിലൊക്കെ പോയിട്ടൊരു കോഫിയൊക്കെ കുടിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അറിയാലോ അല്ലെ, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഞങ്ങൾ അതൊന്നും മുതിർന്നില്ല. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് പിന്നെ പോണ്ടിച്ചേരിയുടെ മുഖമുദ്രയായ, പോണ്ടിച്ചേരി പോയാൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന, പോണ്ടിച്ചേരിയിൽ പോയാൽ നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണെന്ന്. അതാണ് നമ്മുടെ ഓറോവില്ലേ. പക്ഷേ വളരെയധികം ഫ്ലോപ്പായിരുന്നു നമ്മുടെ ഓറോവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്ററോളം നടക്കണം. നല്ല വെയിലത്ത് നടക്കാൻ നല്ല സുഖമായിരുന്നു. അതിനുള്ളിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു ഷോപ്പിൽ നിന്നും ഈ ഒരു ക്യാപ്പ് വാങ്ങിച്ചു കേട്ടോ. ഈ ക്യാപ്പിന് എത്ര രൂപ കൊടുക്കാം എന്ന് നിങ്ങൾ കമൻറ്റ് വഴി ഇട്ടോ. ഞങ്ങൾ എത്ര രൂപ കൊടുത്തു എന്ന് ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാം, എല്ലാവരും കമൻറ്റ് ചെയ്തതിന് ശേഷം. പിന്നെ ആ ഓറോവിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ, വെയിൽ തന്നെ ഉള്ള ഒരു വൈൽഡ് ലൈഫ് സ്റ്റാച്ചു ഉള്ള ഒരു സ്ഥലം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലാണ് എന്താ പറയുക അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചാച്ചുകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമായി. അപ്പൂസിന് അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്ത് വരാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചൂടാണ് അസഹനീയം. ചൂട് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്നും വേഗം ഇറങ്ങുകയായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ വീഡിയോസും ഇഷ്ടംപോലെ ഫോട്ടോസും എടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. പ്രത്യേകിച്ച് ചാർജുകളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിൻ്റെയും കൂടെ നിന്ന് ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങൾ. ഈ പാമ്പിനെയൊക്കെ എന്താ പറയുക, റിയലായിട്ട് കാണുന്ന പോലെ ഉണ്ടോ. നമ്മുടെ ഇത് വെറുതെ ഒന്ന് അപ്പൂസിനെ കാണിക്കാൻ വേണ്ടി ചെയ്ത കേട്ടോ. നമ്മുടെ അപ്പൂസിനൊന്ന് രസാക്കാനായിട്ട് നമ്മളെടുത്ത് വലിച്ചെറിയാതിനെ നോക്ക് കണ്ടല്ലേ. ബാഹുബലിയിലെ റാണ പിടിച്ചത് പോത്തിനെയാണെങ്കിൽ ഞങ്ങൾ പിടിച്ച സിംഹത്തിനെയാണ്. അത് കഴിഞ്ഞ് അവിടെ പുറത്തുള്ള കാഴ്ച കേട്ടോ. അത് ഉള്ളിലുള്ള കാഴ്ചയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. പുറത്തുള്ള കാഴ്ചയാണ്. ഒരു ആനയൊക്കെ സത്യം പറഞ്ഞാൽ ജീവനോട് നിൽക്കുന്നത് പ്രതിനിധി നമ്മൾക്കുണ്ട്. എല്ലാം സൂപ്പറായിരുന്നു. ഞങ്ങൾ പക്ഷേ ഓറോവില്ലയിലേക്ക് അങ്ങനെ അടുത്തു. ഇതാണ് ഓറോവില്ല അവസാനം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഓറോവില്ലയാണ് കാണുക. പക്ഷെ പോണ്ടിച്ചേരി പോകുന്ന എല്ലാവരും നേരത്തെ കൂട്ടി ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഒന്നാമത് നേരത്തെ പ്ലാൻ ചെയ്യുക. പെട്ടെന്ന് ഞങ്ങൾ എടുത്ത പോലെ ഒരു പ്ലാൻ ആവരുത്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പോണ്ടിച്ചേരിയാണെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ഓറോവില്ലേക്കുള്ള ഒരു എൻട്രി, അതായത് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി. ഇതിപ്പോൾ ഓറോവിൽ നമുക്ക് കുറച്ച് ദൂരത്ത് നിന്ന് കാണാമല്ലാതെ അതിനുള്ളിലേക്ക് പോകാനോ അതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണെന്ന് അറിയാനോ ഒരു ഇതുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരത്ത് നിന്ന് കാണാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള എൻട്രി എടുക്കാനായിട്ട് അതിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതുവഴി നിങ്ങൾക്ക് എൻട്രി ചെയ്ത് ഒരു 8:30 ആകുമ്പോഴേക്കും ഓറോവിൽ എത്തണം കേട്ടോ. അതല്ലാതെ നിങ്ങൾ ഓറോവിൽ സന്ദർശിക്കാൻ പോകുന്നത് വെറും വേസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ നമ്മൾക്ക് അവിടെ നിന്ന് നടന്നു വരേണ്ട കാര്യമില്ല കേട്ടോ. ഫ്രീ ആണ് ബസ്. ആ ഫ്രീ ബസ്സിൽ നമ്മളെ വീണ്ടും നമ്മുടെ പാർക്കിംഗ് പോയിന്റിൽ കൊണ്ടിടും. ഇതാണ് ഓറോവിൽ ബീച്ച്. ഇത് അടുത്ത ഡെസ്റ്റിനേഷൻ കേട്ടോ. അതായത് ഓറോവിൽ പോയി കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ റൈറ്റ് സൈഡ് അതിനായിട്ടാണ് ഈ ഓറോവിൽ ബീച്ച് ഉള്ളത്. ഒരു അങ്ങനെ എന്താ പറയാ, ഒരുപാട് തിരക്കോ ക്രൗഡുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. ഞങ്ങൾ പോയത് അത്യാവശ്യം ഒരു ഉച്ച സമയത്താട്ടോ. സമയം മീൻസ് ഒരു 3 മണി ടൈമിലാണ്. അപ്പോൾ അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും തിരക്ക് ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തൊരു ബീച്ച് പോലെ എനിക്ക് തോന്നിയത്. ഇതുപോലെ കല്ലുകളൊക്കെ കൂമ്പാരം പോലെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ മേലേക്ക് കയറിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം കേട്ടോ. അത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചുകൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നൊക്കെ പോവാം. പക്ഷേ തിരക്കില്ലാത്തതുകൊണ്ടും ആരും അതിന് മുതിരാത്തതുകൊണ്ടും ആരും ചെയ്യുന്നത് കാണാത്തതുകൊണ്ടും നമ്മൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. ഒരു 360 ഡിഗ്രിയൊക്കെ എടുത്ത് ഒന്ന് കറക്കി മൊത്തത്തിലൊന്ന് വൈബാക്കി കേട്ടോ. അടിപൊളിയായിരുന്നു. ഐഷു ആണ് ഇതിൽ കോമഡി ആയത്. ഐഷു കുറെ നേരം വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയിട്ട് വെള്ളത്തെ പറ്റിക്കായിരുന്നു, നമ്മുടെ തിരകളെ പറ്റിക്കായിരുന്നു. അവസാനം തിര ഐഷു വിഴുങ്ങി. കണ്ടില്ലേ, ഐഷുവിന്റെ കാലിലും ഷൂസിലും പാൻസിലും എല്ലാവിടെയും ആയി. മൊത്തത്തിൽ കോമഡി ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ. ഐലൻഡ് എന്ന് പറയാൻ കഴിയില്ല, ബൈ റോഡും പോവാമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു കേട്ടോ.
ഒരു ഐലൻഡ് ആണെന്ന് പറയാം. നമുക്ക് ബോട്ടിലാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ 4:45 PM ആയിരുന്നു കേട്ടോ. അവസാന ബോട്ട് പോകുന്നത് 5 o'clock ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബോട്ടില്ല കേട്ടോ. തിരിച്ച് ഇങ്ങോട്ടൊരു ബോട്ടുകളുള്ളത്. അപ്പോൾ ഈ കാണുന്ന ബോട്ടിലാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഈ ബീച്ചിന്റെ പേര് പാരഡൈസ് ബീച്ച് എന്നാട്ടോ. പക്ഷെ ഇതിന്റെ പേര് കണ്ടില്ലേ, ഈ ബോട്ട് ഹൗസിൽ വന്നിട്ടാണ് നമുക്ക് ഈ ബോട്ടിലേക്ക് കയറേണ്ടത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ബോട്ട് ഹൗസിൽ നിന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴേക്കൊരു ഇറങ്ങിയിട്ടൊരു ഓഫ് റോഡ് പോലൊരു സംഭവം കാണുന്നുണ്ട്. ആ സംഭവത്തിലൂടെ പോയാലും ഈ ബീച്ചിലേക്ക് എത്താൻ കഴിയും. ഞങ്ങൾ വിചാരിച്ചത് ഒരു ഐലൻഡ് ആണ്, ഇത് ബൈ റോഡ് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം, ബോട്ടിങ് എന്ന് പറയുമ്പോൾ ചാച്ചുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ്. എന്നാലും ഞങ്ങൾക്ക് അപ്പൂസിന്റെ ആണല്ലോ ഇപ്പോൾ മെയിനായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൂസിനെ അപ്പോൾ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. ഞങ്ങളത് ആ ഐലൻഡിലേക്ക് എത്തി. ഇതിൽ വേറൊരു രസം എന്താ പറയട്ടെ, അത് ഞാൻ അവസാനം പറയാം കേട്ടോ. വേറൊരു രസം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രസമല്ല, ഒരു ഓട്ടവും ചേസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാരഡൈസ് ബീച്ച്. എല്ലാവർക്കും പാരഡൈസ് ബീച്ചിലേക്ക് സ്വാഗതം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഒന്നാമത് ഒരുപാട് സൗണ്ട്, പുറത്തുനിന്നുള്ള സൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ അത് കട്ട് ചെയ്തത്. പാരഡൈസ് ബീച്ച് എന്ന് വെച്ചാലേ വളരെയധികം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ബീച്ചാട്ടോ. ഒരു വേസ്റ്റ് പോലും നമ്മൾക്ക് അവിടെ കാണാൻ കഴിയില്ല. ഒരു ബ്ലൂ കളർ വെള്ളമാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടുത്തെ ബീച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് ഇറങ്ങി മറ്റുള്ള ബീച്ചുകൾ പോലെ കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് വെള്ളം നനഞ്ഞ് കുളിച്ച് കയറിയാലും നമുക്ക് അധികം അതൊരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു അന്തരീക്ഷമുള്ള സൂപ്പർ ബീച്ച്. പോണ്ടിച്ചേരി പോയാൽ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട പ്ലേസുകളിൽ ഒന്നുമാണ് ഈ പാരഡൈസ് ബീച്ച് കേട്ടോ. പാരഡൈസ് ബീച്ചിൽ പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അത്യാവശ്യം നല്ല ചാർജാണ് ഉള്ളത്. നിങ്ങൾ കമന്റ് വഴി ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ ചാർജുകളൊക്കെ പറയാം കേട്ടോ. എത്രയാണെന്ന് എനിക്ക് ഓർമ്മയുള്ളതൊക്കെ ഞാൻ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവിടെ ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, നോർമൽ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ആ ബൈക്കിൽ ഇങ്ങനെ കൊണ്ടുപോകില്ലേ, അതിനൊരു പേരുണ്ട്. അത് പേര് സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി. ഞാൻ അതിൽ പോയിരുന്നു. അതിന് 1000 rupees ആയിരുന്നു ചാർജ്. പിന്നെ കയാക്കിനുണ്ട് കേട്ടോ. കയാക്കിന് 750 rupees ആണെന്ന് തോന്നുന്നു പെർ പേഴ്സൺ കേട്ടോ. ഞാൻ കയാക്കിനായിരുന്നു വിചാരിച്ചത്. ഐഷു പറഞ്ഞു കയാക്കിന് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്പീഡ് ബോട്ട് വിചാരിച്ചു. ഐഷു പറഞ്ഞു അതും വേണ്ട, ഇതിൽ പോയെന്ന് പറഞ്ഞു എൻ്റെ ഉയിരെടുക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയാ, പേടിയുണ്ടായിരുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടത്. പിന്നെ ഇത് കായലാണ്, കടലിലല്ല ഇവരത് നമ്മളെ കൊണ്ടുപോകുന്നത്. വേറെ ഒരു കായലിലൂടെയാണ് പോകുന്നത്. നേരത്തെ ബോട്ട് വന്നതും ഒരു കായലിലൂടെയാണ്, കടലിലൂടെയല്ല. കടലും കായലും വേറെ വേറെ ആയിട്ട് കിടക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ കൊണ്ടുപോയി ഇട്ട് 4 കറക്കൊക്കെ കറക്കി, ഒരു 2 ചാട്ടമൊക്കെ ചാടിച്ചു. ആകെ മൊത്തത്തിൽ ഒന്ന് അടിപൊളിയായിരുന്നു, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. കുറെ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10 minutes ഉണ്ടായിരുന്നു വിചാരിക്കുന്നു. ഇത് വീണ്ടും നമ്മൾ ഫ്രഞ്ച് കോളനിയിലെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഫ്രഞ്ച് കോളനി ഒന്നും പറയാനില്ല, ഫ്രഞ്ച് കോളനി സൂപ്പറാണ്. എല്ലാവരും പോയാൽ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട സ്ഥലമാണ് ഫ്രഞ്ച് കോളനി. പക്ഷേ വേറൊരു കാര്യം കേട്ടോ, ഏർലി മോർണിംഗ് 7:30 മുന്നേ തന്നെ നിങ്ങൾ അവിടെ എത്താൻ നോക്കുക. അത് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരിക്കും, നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയില്ല. പിന്നെ ആ റോഡുകളിലൂടെ ഒരുപാട് വണ്ടികൾ പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഫോട്ടോസ് എടുക്കാൻ കഴിയാതെയാവും. അപ്പോൾ എത്രയും നേരത്തെ തന്നെ നിങ്ങൾ അങ്ങോട്ട് പോവുക. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ട് ഒരു ദിവസം അവിടേക്ക് സെറ്റ് ചെയ്യുക. ഫസ്റ്റ് പോകേണ്ടത് അവിടേക്ക് തന്നെയാണ്. ഞങ്ങൾ ഒരു 7:30 മുന്നേ ഞങ്ങൾ എത്തി. ഒരു 8 o'clock വരെ ഞങ്ങൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. 7:30 അല്ല, ഒരു 7 o'clock 8 o'clock വരെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല കേട്ടോ, ഇനിയും ഫോട്ടോസ് ഒരുപാടുണ്ട്. അത് വെച്ചാൽ അതിനു വേണ്ടി മാത്രം ഒരു വീഡിയോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനിടയ്ക്ക് ഒരു ബൊക്കെയൊക്കെ സംഘടിപ്പിച്ചു കേട്ടോ ഐഷു പോയിട്ട്. ഇതിന്റെ റേറ്റ് എത്രയാണ് നിങ്ങൾ കമന്റ് വഴി ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമന്റ് വഴി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെയാണ് പോണ്ടിച്ചേരി വിശേഷങ്ങൾ. ഓക്കെ, ബൈ.